നിങ്ങൾക്കായി ഒരു ചോദ്യം. നിങ്ങൾ കാണുന്നതാണോ വിശ്വസിക്കുന്നത്, അതോ വിശ്വസിക്കുന്നതാണോ കാണുന്നത്? ഉറപ്പായും വിശ്വസിക്കുന്നത് തന്നെയാണ് കാണുന്നത്. ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ പുറം ലോകത്തല്ല, പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അവന്റെ അകം ലോകത്താണ്. ഇന്ന് ഈ ടോപ്പിക്ക് എടുക്കുവാൻ കാരണം ചില യൂട്യൂബ് ചാനലുകളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ കണ്ടിട്ടാണ്. അതായത് ചില ബ്രഹ്മചര്യം ആൻഡ് നോഫാപ്പ് ചാനലുകളുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായി കാണുന്ന ചില കമൻറ്റുകളാണ്. സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചുള്ള കമൻറ്റുകൾ. കാരണം ഒരു പുരുഷന്റെ അധപതനത്തിനും നാശത്തിനും കാരണം സ്ത്രീകളാണ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ. ഒരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീകൾ മോശമായതുകൊണ്ടല്ല പുരുഷന്മാർ അബദ്ധത്തിൽപ്പെടുന്നതും നാശത്തിലേക്ക് എടുത്തു ചാടുന്നതും. അത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള ലസ്റ്റ് കാരണമാണ്. ഇതിനുള്ള ഉദാഹരണമായി ശിവന്റെ ഒരു പ്രശസ്തമായ കഥ തന്നെയുണ്ട്. ശിവനെ തപത്തിൽ നിന്ന് ഉണർത്തുവാൻ കാമദേവൻ തൻ്റെ കാമബാണം പ്രയോഗിക്കുന്നു. തപത്തിൽ നിന്നും കോപത്തോടെ കണ്ണു തുറന്ന മഹാദേവൻ മരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത കാമദേവനെ തൻ്റെ തൃക്കണ്ണാൽ എരിച്ച് ഭസ്മമാക്കുന്നു. ഈ കഥ വളരെ പ്രതീകാത്മകമായാണ് പറഞ്ഞിരിക്കുന്നത്. കാമം വന്നതിന് കാരണം സ്ത്രീ ആണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ രൂപമാണ് എന്നുണ്ടെങ്കിൽ ശിവൻ തൻ്റെ അടുത്തുള്ള പാർവതി ദേവിയെയാണ് ഭസ്മമാക്കേണ്ടത്. എന്തിനാണ് കാമദേവനെ ഭസ്മമാക്കിയത്? എന്തുകൊണ്ടാണ് കാമദേവൻ മരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നു എന്ന് പറയുന്നത്? ഒരു പുരുഷന് ഒരു സ്ത്രീയെ കാണുന്ന സമയം കാമം തോന്നുന്നു എങ്കിൽ അതിന്റെ കാരണം ഒരിക്കലും ആ സ്ത്രീയല്ല, അത് അവന്റെ ഉള്ളിൽ തന്നെയുള്ള ലസ്റ്റ് കൊണ്ട് മാത്രമാണ്. ആ ലസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത് മനസ്സിന്റെ ഉള്ളിലും. ആ ഒളിഞ്ഞിരിക്കുന്ന ലസ്റ്റിനെയാണ് മരത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാമദേവനായി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ലസ്റ്റിനെ കണ്ടെത്തണമെങ്കിൽ മനുഷ്യന് ആവശ്യം മൂന്നാം കണ്ണാണ്. ശിവന്റെ മൂന്നാം കണ്ണുകൊണ്ടാണ് സർവ്വതിനെയും എരിച്ച് ചാമ്പലാക്കുന്നത്. അതുപോലെ മനുഷ്യന്റെ അവബോധമാണ് മൂന്നാം കണ്ണായി കണക്കാക്കപ്പെടുന്നത്. ഒരു മനുഷ്യന് ജ്ഞാനം വരുന്ന സമയത്ത് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഇതിനെ കുറിക്കുന്ന ഒരു പ്രശസ്തമായ കോട്ട് തന്നെയുണ്ട്. ആ കോട്ട് ഇങ്ങനെയാണ്: പണ്ട് ഞാൻ ബുദ്ധിമാനായിരുന്നു, അതുകൊണ്ട് ഞാൻ ലോകത്തെ മാറ്റുവാൻ ശ്രമിച്ചു. ഇന്ന് ഞാൻ ജ്ഞാനിയാണ്, അതിനാൽ ഞാൻ എന്നെ തന്നെ മാറ്റുവാൻ ശ്രമിക്കുന്നു. ലോകത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കില്ല, എന്നാൽ നമ്മളെ തന്നെ മാറ്റുവാൻ നമുക്ക് കഴിയും. പല മായയായ ചിന്തകളാണ് പല തെറ്റുകളും വരുത്തുന്നത്. സ്ത്രീയായാലും പുരുഷനായാലും പരസ്പരം വെറുക്കേണ്ട കാര്യമില്ല. എല്ലാവരും സഹജീവികൾ ആണ് എന്ന ഒരു ചിന്ത മാത്രം മതി. അങ്ങനെ ഒരു സ്ഥിരമായ അറിവ് വേണം എന്ന് ഉണ്ടെങ്കിൽ സ്വയത്തിൽ നിലയ്ക്കുവാൻ പഠിക്കണം. സ്വയത്തിൽ നിലയ്ക്കുന്ന മാർഗമാണ് ആത്മീയ സാധനകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.